പരിത്രണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിത്രണ പ്രഭാഷണത്തിൽ ഇന്ന് ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ചയിലെ പഠന വിഷയമായ വിശുദ്ധ മാമോദീസ, ക്രിസ്തുവിനോടുകൂടെ ചേരുക, ഹോളി ബാപ്റ്റിസം യുണൈറ്റിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വിശുദ്ധ ഏവെങ്കിലേനെ നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. പരീശപ്രമാണിയായ നിക്കോദീമോസ് രാത്രിയിൽ യേശുവിനെ സന്ദർശിച്ച് സംഭാഷിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതാണ് ആദ്യ ജനനം. പുതിയ ജനനം, വീണ്ടും ജനനം പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. എവിടെയും എപ്പോഴും ആരിലും എങ്ങനെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കാറ്റ് അതിഷ്ടമുള്ളയിടത്ത് ഊതുന്നു എന്നതുപോലെയാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരമായ സഭയോട് ചേരുന്നതിനുള്ള മുഖാന്തരമായിട്ടാണ് വിശുദ്ധ സ്നാനത്തെ, വിശുദ്ധ മാമോദീസായെ സഭ സ്വീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും ആവർത്തിക്കപ്പെടുവാൻ പാടില്ലാത്ത കൂദാശയായിട്ടാണ് വളരെ പ്രാധാന്യം നൽകി സഭ ഇത് അനുഷ്ഠിക്കുന്നത്. ക്രൂശാണ് രക്ഷയുടെ മാർഗം. വിശുദ്ധ മാമോദീസ എന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. എന്തുകൊണ്ടാണ് സഭ വിശുദ്ധ സ്നാനം, വിശുദ്ധ മാമോദീസ അംഗീകരിച്ചിരിക്കുന്നത്? ഒന്നാമതായി, ഇത് വലിയൊരു അനുസരണത്തിൻ്റെ കൂദാശയാണ്. കർത്താവായ യേശു ക്രിസ്തു അവസാനമായി സഭയെ നിയോഗിക്കുന്നതാണ്, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്നും സകല ജാതികളെയും ഉപദേശിച്ച് സ്നാനപ്പെടുത്തി സഭയുടെ അംഗങ്ങളാക്കണം എന്നുമുള്ളത്. ആ വലിയ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നതാണ് വിശുദ്ധ സ്നാനം. സ്നാനം കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല. ക്രൂശാണ് രക്ഷയുടെ മാർഗം. എന്നാൽ ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ടാണ് സഭ വിശുദ്ധ സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടും പുനരുത്ഥാനത്തോടുമുള്ള ഐക്യപ്പെടലാണ് വിശുദ്ധ മാമോദീസായിലൂടെ സംഭവിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴുള്ള ചുമതലയും അതുപോലെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേക പദവിയുമാണ് സ്നാനത്തിലൂടെ സംഭവിക്കുന്നത്. നിത്യജീവൻ്റെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമായ സഭയിലേക്ക് ചേരുന്നതിനുള്ള മുഖാന്തരമായി സഭ വിശുദ്ധ മാമോദീസായെ സ്വീകരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നാനമല്ല നാം സ്വീകരിക്കുന്നതായ ക്രിസ്തീയ സ്നാനം. യേശുക്രിസ്തുവിൻ്റെ സ്നാനം മാനസാന്തര സ്നാനം ആയിരുന്നില്ല. യേശുക്രിസ്തുവിന് മാനസാന്തരത്തിൻ്റെയോ പാപമോചനത്തിൻ്റെയോ ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവേറ്റ സ്നാനം തൃത്വ നാമത്തിലല്ല, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവ് സ്വീകരിച്ച സ്നാനം തൃത്വ നാമത്തിലുള്ള സ്നാനം അല്ലല്ലോ. ഇന്ന് സഭകളെ തമ്മിൽ ഏറ്റവും ഭിന്നിപ്പിക്കുന്ന ഒരു കൂദാശയായി സ്നാനം മാറിയിട്ടുണ്ട്. ചില സഭകൾ ശിശുസ്നാനത്തെ അംഗീകരിക്കുന്നില്ല. അവർ മുതിർന്ന സ്നാനം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. എന്നാൽ മാർത്തോമാ സഭ ശിശുസ്നാനവും മുതിർന്ന സ്നാനവും സ്വീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ സഭയിലേക്ക് ചേർക്കപ്പെട്ട എല്ലാവരും തന്നെ, സ്നാനം സ്വീകരിച്ച എല്ലാവരും തന്നെ കുടുംബസമേതമാണ് സ്നാനപ്പെട്ടത് എന്ന് നാം കാണുന്നു. എത്യോപ്യക്കാരൻ ഷമ്മൻ മാത്രമാണ് ഒറ്റയ്ക്ക് സ്നാനപ്പെട്ടത്. അദ്ദേഹത്തിന് കുടുംബം ഇല്ലല്ലോ. ശിശുസ്നാനത്തെ എതിർക്കുന്നതായ സഭകൾ പറയുന്നത് ശിശുക്കൾക്ക് വിശ്വസിക്കുവാൻ പ്രായമായിട്ടില്ല എന്നാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പം കണ്ടല്ല നാം രക്ഷിക്കപ്പെടുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. കൃപയാണ് രക്ഷയ്ക്ക് അടിസ്ഥാനം. നമ്മുടെ വിശ്വാസം പോലും ഒരു കർമ്മമായി, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊരിക്കലും നമുക്ക് പറയുവാനായിട്ട് പാടില്ല. മാതാപിതാക്കൾ വിശ്വാസത്തോടുകൂടി ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന പൈതലിനെ ദൈവം സ്വീകരിക്കും. അതാണ് ഏറ്റവും വലിയ വിശ്വാസം. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായ സഭയിൽ ചേരുന്നതിന് ഇത്ര പ്രായം വേണമെന്നോ ഇന്ന വിദ്യാഭ്യാസം വേണമെന്നോ നമുക്കൊരിക്കലും നിഷ്കർഷിക്കുവാനായിട്ട് പാടില്ല.
ദൈവരാജ്യത്തിന് അവകാശികളാകും, സ്വർഗരാജ്യത്തിന് അവകാശികളാകുമെന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചത് ശിശുക്കളെയാണ്. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകാമെങ്കിലേ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ എന്ന് കർത്താവ് പറയുമ്പോൾ ആ ശിശുക്കളെ സ്വീകരിക്കുന്ന തടസ്സം പറയുന്നത് അത് വേദവിപരീതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മൂത്ത സഹോദരങ്ങൾ അവരൊരുമിച്ചാണ് വിശുദ്ധ സ്നാനം സ്വീകരിച്ച് ക്രിസ്തീയ സഭയുടെ അംഗമായി തീർന്നത്. ഈ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുമ്പോൾ മക്കളെ മാറ്റി നിർത്തുക, നിങ്ങൾക്ക് പ്രായമായില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് വേദവിപരീതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്നാനവിധം. മുങ്ങലാണോ തളിക്കലാണോ എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങളും ഇന്ന് സഭയിൽ നടക്കുന്നുണ്ട്. സ്നാനത്തിൻ്റെ വിധത്തിലല്ല പ്രാധാന്യം. കാരാഗൃഹ പ്രമാണി രാത്രിയിൽ പൗലോസിനോട് ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള പൗലോസിൻ്റെ സുവിശേഷ പ്രസംഗം കേട്ട് ആ രാത്രിയിൽ തന്നെ കാരാഗൃഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ഭൂകമ്പവും കൊടുങ്കാറ്റും ഉണ്ടായിരുന്ന ആ രാത്രിയിൽ കാരാഗൃഹ പ്രമാണിയും കുടുംബവും എല്ലാം കൂടെ ഏതെങ്കിലും നദിയിലേക്ക് പോയി എന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് പ്രയാസമാണ്. അതുപോലെ തന്നെ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000 പേര് മാനസാന്തരപ്പെട്ടതായി നാം വായിക്കുന്നു. ആ രാത്രിയിൽ 3000 പേര് ഒരുമിച്ച് സ്നാനപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്കിങ്ങനെ 3000 പേരെ ഒരുമിച്ച് മുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മുങ്ങലാണോ തളിക്കലാണോ എന്നുള്ളതൊരു വിഷയമേ അല്ല. ഈ മുങ്ങൽ പഠിപ്പിക്കുന്ന സഭകൾ തന്നെ കമിഴ്ന്ന് മുങ്ങുന്നവർ വീണ്ടും മലർത്തി മുക്കും, ഇരുന്ന് മുക്കും, അങ്ങനെ പ്രത്യേകമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുങ്ങലിൻ്റെ വിധത്തിലല്ല, നമ്മുടെ വിശ്വാസത്തിലാണ് പ്രാധാന്യം. നാം ഈ സഭയുടെ അംഗമായി തീരുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ സ്നാനത്തിൻ്റെ പ്രതീകമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മുങ്ങലിനെ സാധൂകരിക്കുന്നതല്ല. അതുകൊണ്ട് നാം മുങ്ങിയാണോ അല്ലെങ്കിൽ തളിച്ചാണോ സ്നാനപ്പെട്ടത് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. യേശുക്രിസ്തുവിൻ്റെ തിരുസഭയുടെ അംഗമാണ് ഞാൻ. ആ പദവിയിൽ ജീവിക്കേണ്ടവനാണ്, ആ പദവിയിൽ മുന്നേറേണ്ടവനാണ്. അത് തന്നെ ഒരു രക്ഷയുടെ പൂർത്തീകരണമല്ല. ആ പദവിയിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്നേ ഉള്ളൂ. ഞാൻ നിത്യതയിലേക്ക് യേശുക്രിസ്തുവിനോടൊപ്പം നടന്നെടുക്കേണ്ടുന്നവനാണ്. അതിനെന്നെ സഹായിക്കുന്നതാണ് സഭ. സഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ, വിശ്വാസ പ്രമാണങ്ങളിലൂടെ, വേദപഠനത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, ക്രിസ്തീയ കൂട്ടായ്മയിലൂടെ ക്രിസ്തു എന്ന തലയോളം വളരുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. ആ ഒരു സത്യമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നാനത്തിൻ്റെ വിധത്തിലോ പ്രായഭേദം പറഞ്ഞോ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.